നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈശ്വര, അഞ്ജലി ഇല്ലാതെ വരണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. ഇതുപോലൊരവസ്ഥ ഇത്ര നാളും ഉണ്ടായിട്ടില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. അത്രയൊക്കെ പറഞ്ഞിട്ടും അഞ്ജലിക്ക് ചെയ്യുന്ന ജോലിയോട് എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടായിരുന്നെങ്കിൽ വരാതിരിക്കില്ലായിരുന്നു. അല്ലെങ്കിൽ തന്നെ വ്യക്തിപരമായ കാര്യങ്ങളും പ്രൊഫഷണൽ കാര്യങ്ങളും കൂടി കൂട്ടിക്കുഴയ്ക്കാൻ നിൽക്കരുതായിരുന്നു നമ്മള്. ഹലോ മിസ്റ്റർ പ്രസാദ്, നിങ്ങളെന്താ ഇത്രയും താമസിച്ചത്? നേരത്തെ വരുമെന്നാണല്ലോ ഫോണിൽ സംസാരിച്ചപ്പോ പറഞ്ഞത്. സാർ, അത് ഞാൻ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. ചില ഡിസൈനേഴ്സിനെ കാണാൻ കയറി. പൂർണിമ മോളുടെ നിർബന്ധമായിരുന്നല്ലോ അവരുടെ കാര്യങ്ങൾ അസിസ്റ്റ് ചെയ്യാൻ ഒരു ലേഡി തന്നെ വേണമെന്ന്. അതെ, അഞ്ജലിയുടെ കാര്യത്തില് അവൾ വാശി പിടിച്ചത് അതുകൊണ്ടാ. അഞ്ജലി, സോറി സാർ, അവൾക്ക് പെട്ടെന്ന് ചില അസൗകര്യങ്ങള് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞതുകൊണ്ടാ എനിക്ക് മറ്റു പലരെ അന്വേഷിക്കേണ്ടി വന്നതും ഇത്ര ലേറ്റായതും. അഞ്ജലിയും താനും ഭാര്യ ഭർത്താക്കന്മാരാണല്ലേ? അതെ സാർ, പക്ഷേ ഞാൻ നിർബന്ധിച്ച് പറഞ്ഞിട്ടും അഞ്ജലി വരാൻ സാധിക്കില്ലെന്നാ പറഞ്ഞത്. ഭർത്താക്കന്മാർ പറഞ്ഞ ഭാര്യമാരനുസരിക്കണമെന്നാണല്ലോ. ഇതിപ്പോ താൻ പറഞ്ഞിട്ടും അഞ്ജലി വരാൻ കൂട്ടാക്കിയില്ലെങ്കിൽ അതിനർത്ഥം ഒന്നുകിൽ തനിക്ക് അങ്ങോട്ടോ അല്ലെങ്കിൽ അഞ്ജലിക്ക് തന്നോടോ ഒരടുപ്പക്കുറവുണ്ടെന്നാണ്. സാർ, അത് പിന്നെ ഒരു പിന്നെയില്ല. ഇനിയിപ്പോ എന്തായാലും താൻ തന്നെ ഇക്കാര്യം പൂർണിമയോട് പറഞ്ഞേക്ക്. അതെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ടാ ഞങ്ങൾ നിങ്ങളുടെ കമ്പനിയെ ഏൽപ്പിച്ചത്. അതവളുടെ ഇഷ്ടാനുസരണം വൃത്തിയായി ചെയ്യാൻ കഴിയില്ലെങ്കിൽ പിന്നെ നേരിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. ഇതുവരെ ഏൽപ്പിച്ച എല്ലാ ഇവന്റ്സും ഭംഗിയായി നടത്തിയിട്ടുള്ളൂ. ഇപ്പോ ഇങ്ങനൊരവസ്ഥ വന്നല്ലോ ഈശ്വര. വാടോ, എന്തായാലും താൻ അകത്തേക്ക് വാ. അഞ്ജലി, എന്താടോ ഒരു അമ്പരപ്പ്? താൻ വരുമെന്ന് പറഞ്ഞ സമയം കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞപ്പോ അഞ്ജലി വന്നിരുന്നു. എല്ലാ കാര്യങ്ങളും പൂർണിമയുമായി സംസാരിച്ച് ശരിയാക്കിയവൾ. അപ്പോഴാ അഞ്ജലിയും താനും ഭാര്യ ഭർത്താക്കന്മാരാണെന്നും അവൾ വന്ന കാര്യം താൻ അറിഞ്ഞിട്ടില്ലെന്നും സംസാരം കേട്ടപ്പോ മനസ്സിലായത്. ദമ്പതിമാർക്കിടയിൽ ഇത്തരം കൊച്ചു കൊച്ചു പിണക്കങ്ങൾ സ്വാഭാവികമല്ലേ? അതറിയാവുന്നതുകൊണ്ടാ ഞാൻ ഇങ്ങനെ ഒരു തമാശയ്ക്ക് തന്നെ കുറച്ച് ടെൻഷൻ അടിപ്പിച്ചത്. ഏതായാലും താൻ ഭാഗ്യവാനാണോ. എന്തൊക്കെ പിണക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടെങ്കിലും സ്വന്തം ഭർത്താവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ താഴ്ത്തി കെട്ടാൻ നല്ല ഭാര്യമാർ സമ്മതിക്കില്ല. അതാ തന്നോട് പറഞ്ഞില്ലെങ്കിൽ പോലും തന്റെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി അഞ്ജലി ഇവിടെ ഓടിയെത്തിയത്. മനസ്സിലായോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.